ലോഗോസ് ക്വിസ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ഗലാത്യക്കാർക്കുള്ള ലേഖനം 1-ാം അധ്യായത്തിന്റെ തുടർച്ചയാണ് ഇത്തവണ. 26-ാമത്തെ ചോദ്യം, താൻ പ്രസംഗിച്ച സുവിശേഷം എങ്ങനെ ലഭിച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ വെളിപാടിലൂടെ. 27-ാമത്തെ ചോദ്യം, യഹൂദ മതക്കാരനായിരുന്നപ്പോൾ പൗലോസ് എന്ത് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഉത്തരം, ദൈവത്തിന്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. 28-ാമത്തെ ചോദ്യം, തന്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരേക്കാൾ ഏതെല്ലാം കാര്യങ്ങളിൽ പൗലോസ്ലീഹ മുൻപന്തിയിലായിരുന്നു? ഉത്തരം, തന്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരേക്കാൾ യഹൂദ മതകാര്യങ്ങളിൽ മുൻപന്തിയിലായിരുന്നു. 29-ാമത്തെ ചോദ്യം, തന്റെ യഹൂദ മതകാര്യങ്ങളിൽ അദ്ദേഹം ആരേക്കാൾ മുൻപന്തിയിലായിരുന്നു? ഉത്തരം, തന്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരേക്കാൾ. 30-ാമത്തെ ചോദ്യം, അദ്ദേഹം ഏതെല്ലാം കാര്യങ്ങളിൽ തീക്ഷ്ണമതിയായിരുന്നു? ഉത്തരം, തന്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ തീക്ഷ്ണമതിയായിരുന്നു. 31-ാമത്തെ ചോദ്യം, തന്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ പൗലോസ്ലീഹ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? ഉത്തരം, അത്യധികം തീക്ഷ്ണമതിയായിരുന്നു. 32-ാമത്തെ ചോദ്യം, ദൈവം പൗലോസ്ലീഹായെ പ്രത്യേകം തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത് എപ്പോൾ മുതലാണ്? ഉത്തരം, അദ്ദേഹം മാതാവിന്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ. 33-ാമത്തെ ചോദ്യം, മാതാവിന്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം പൗലോസ്ലീഹായെ കുറിച്ച് എന്ത് തീരുമാനിച്ചിരുന്നു? ഉത്തരം, അവിടത്തേക്ക് വേണ്ടി പ്രത്യേകം തെരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചിരുന്നു. 34-ാമത്തെ ചോദ്യം, അവിടുന്ന് പൗലോസിനെ എങ്ങനെയാണ് വിളിച്ചത്? ഉത്തരം, തന്റെ കൃപ വഴി. 35-ാമത്തെ ചോദ്യം, ദൈവം തന്റെ കൃപയാൽ പൗലോസ്ലീഹായെ വിളിച്ചത് എന്തിനായിരുന്നു? ഉത്തരം, അത് അവിടത്തെ പുത്രനെ പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്നതിനായി അവനെ വെളിപ്പെടുത്തി കൊടുക്കുന്നതിനു വേണ്ടി. 36-ാമത്തെ ചോദ്യം, ദൈവം പൗലോസിന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം, അവിടത്തെ പുത്രനെ പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്നതിന് വേണ്ടി. 37-ാമത്തെ ചോദ്യം, ദൈവം തന്റെ പുത്രനെ പറ്റി ആരുടെ ഇടയിൽ പ്രസംഗിക്കുന്നതിനാണ് പൗലോസിനെ വിളിച്ചത്? ഉത്തരം, വിജാതിയരുടെ ഇടയിൽ. 38-ാമത്തെ ചോദ്യം, പൗലോസ്ലീഹ ആരുടെ ഉപദേശമാണ് തേടാതിരുന്നത്? ഉത്തരം, ഒരു മനുഷ്യന്റെയും ഉപദേശം തേടിയില്ല. 39-ാമത്തെ ചോദ്യം, അപ്പസ്തോലന്മാരെ കാണാൻ എവിടേക്ക് പോയില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം, ജെറുസലേമിലേക്ക്. 40-ാമത്തെ ചോദ്യം, ജെറുസലേമിലേക്ക് ആരെ കാണാൻ പോയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്? ഉത്തരം, തനിക്ക് മുൻപേ അപ്പസ്തോലന്മാർ ആയവരെ. 41-ാമത്തെ ചോദ്യം, അദ്ദേഹം ഏതു രാജ്യത്തേക്കാണ് പോയത്? ഉത്തരം, അറേബ്യയിലേക്ക്. 42-ാമത്തെ ചോദ്യം, അറേബ്യയിൽ നിന്നും അദ്ദേഹം എങ്ങോട്ടേക്കാണ് തിരിച്ചു വന്നത്? ഉത്തരം, ഡമാസ്കസിലേക്ക്. 43-ാമത്തെ ചോദ്യം, എത്ര വർഷത്തിന് ശേഷമാണ് വിശുദ്ധ പൗലോസ് കേപ്പായെ കാണാൻ ജെറുസലേമിലേക്ക് പോയത്? 3 വർഷത്തിന് ശേഷം. 44-ാമത്തെ ചോദ്യം, 3 വർഷത്തിന് ശേഷം പൗലോസ് ജെറുസലേമിലേക്ക് പോയത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം, കേപ്പായെ കാണാൻ. 45-ാമത്തെ ചോദ്യം, കേപ്പായോടൊത്ത് പൗലോസ് എത്ര ദിവസം താമസിച്ചു? ഉത്തരം, 15 ദിവസം. 46-ാമത്തെ ചോദ്യം, അപ്പസ്തോലന്മാരിൽ ആരെ മാത്രമാണ് പൗലോസ്ലീഹ കണ്ടിട്ടുള്ളത്? ഉത്തരം, കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ. 47-ാമത്തെ ചോദ്യം,
താൻ എഴുതുന്ന കാര്യങ്ങൾ വ്യാജമല്ല എന്നതിന് ആരാണ് സാക്ഷി? ഉത്തരം പിതാവായ ദൈവം സാക്ഷി. 48-ാമത്തെ ചോദ്യം, പിന്നീട് അദ്ദേഹം ഏതേത് പ്രദേശങ്ങളിലേക്കാണ് പോയത്? ഉത്തരം സിറിയ, കിലിക്യ. 49-ാമത്തെ ചോദ്യം, എവിടത്തെ ക്രിസ്തീയ സഭകളാണ് അക്കാലത്ത് നേരിട്ട് പൗലോസിനെ അറിയാതിരുന്നത്? ഉത്തരം യൂദയായിലെ ക്രിസ്തീയ സഭകൾ. 50-ാമത്തെ ചോദ്യം, പൗലോസ്ലീഹായെ പറ്റി അവർ എന്താണ് കേട്ടിരുന്നത്? ഉത്തരം ഒരിക്കൽ നമ്മെ പീഡിപ്പിച്ചവൻ താൻ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നു. 51-ാമത്തെ ചോദ്യം, ആരെ പ്രതിയാണ് യൂദയായിലെ ക്രിസ്തീയ സഭകൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയത്? ഉത്തരം പൗലോസ് അപ്പസ്തോലനെ പ്രതി. 52-ാമത്തെ ചോദ്യം, പൗലോസ് അപ്പസ്തോലനെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ആരാണ്? യൂദയായിലുള്ള ക്രിസ്തീയ സഭകൾ.